പ്രതിഭകളിലൂടെ സംഗീതത്തിന്റെ സൗരഭ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ആദ്യമായി സ്വാഗതം ചെയ്യാം. The music director Vijay Bal, the very charming playback singer Rimi Tommy, and finally the judge and groomer of ITL World Junior Idol Season 2 Anup Shankar. ITL World Junior Idol Season 2ന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. That is none other than Alina Stanley from എറണാകുളം. അലീനയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പ്രൊഫൈലിലൂടെ കാണാം. അതിനുശേഷം അലീനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഹായ്, ഞാൻ അലീന സ്റ്റാൻലി. കേന്ദ്രീയ വിദ്യാലയ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ വീട് എറണാകുളത്ത് ചെലവന്നൂരിലാണ്. ഇതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മൂമ്മ, എൻ്റെ അനിയൻ, എൻ്റെ വല്യമ്മച്ചി, എൻ്റെ ചേച്ചി, വല്യപ്പച്ചനും. ഇവരെല്ലാവരും എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നത് എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനും എൻ്റെ അമ്മേനെയും അച്ഛനെയും പോലെ തന്നെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല. എൻ്റെ അച്ഛൻ ഡൽഹിയിലാണ്, ആർമിയിലാണ് അച്ഛൻ. അതുപോലെ എൻ്റെ അനിയനും വളരെയധികം എൻ്റെ പാട്ട് കേൾക്കുകയും തെറ്റുണ്ടെങ്കിൽ ചേച്ചി അവിടെ തെറ്റുണ്ടെന്ന് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. എൻ്റെ അപ്പൂപ്പനും. പിന്നെ എൻ്റെ സ്കൂളിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ടീവാണ്. എൻ്റെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, HM, ഫ്രണ്ട്സ്, ക്ലാസ് ടീച്ചർ എല്ലാവരും എനിക്ക് സപ്പോർട്ടീവാണ്. ജൂനിയർ ഐഡൽ സീസൺ 2ൽ ഞാനും ഉണ്ടാകും. ആരും കാണാൻ മറക്കരുത്. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സീസൺ 2ൽ കാണാം. ഓക്കെ. അലീന, ഹായ്. പ്രൊഫൈല് കണ്ടു, വളരെ നന്നായിരുന്നു. താങ്ക് യു. അപ്പൂപ്പനും അമ്മൂമ്മേനും എല്ലാരെയും കണ്ടു. അച്ഛൻ ആർമിയിലാണല്ലേ? അതെ. ഓക്കെ. അപ്പം പാട്ടിന് എല്ലാ സപ്പോർട്ടും ആരാ? അമ്മൂമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. പാടുമോ എല്ലാവരും? അമ്മൂമ്മ പാടും. ആണല്ലേ? അപ്പം മോൾ ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഫേവറേറ്റ് റൗണ്ടിൽ താജ്മഹൽ നിർമ്മിച്ച രാജശില്പി. ഓ, ഓൾഡ് സോങ് അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യണം. ഫസ്റ്റ് പെർഫോമൻസ് ആണല്ലേ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? കൂൾ. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഷാജഹാൻ ചക്രവർത്തി
രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല സോങ് സെലക്ഷൻ കേട്ടോ. ഞാനിത് കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. പഴയ സോങ് ആണല്ലേ? ഓക്കെ, നമുക്ക് കമന്റ്സ് എന്താണെന്ന് അറിയാം. ജഡ്ജസ്. അലീനക്കുട്ടി, ഹലോ. ആദ്യമായി ഈ പാട്ട് പഠിച്ചു വന്ന് പാടിയതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. നന്നായിട്ട് പാടി മോളെ. വെരി വെരി ബ്യൂട്ടിഫുൾ ഐ സങ്. സാധാരണയായി സുശീലാമ്മയുടെ ശബ്ദത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് വേറൊരു രാജശില്പിയാണ്. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ. പക്ഷെ ഈ ഗാനം അത്ര കേട്ടുപരിചിതമല്ല രാജശില്പി പോലെ. ഇത് അഴകുള്ള സെലീന എന്ന സിനിമയ്ക്ക് വേണ്ടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദാസേട്ടൻ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനമാണ്. സുശീലാമ്മ പാടിയ പാട്ട് മോൾ അസലായിട്ട് പാടി. ആൻഡ് മോളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, നല്ലൊരു ഫീലുള്ള സിംഗർ, നല്ലൊരു ശബ്ദത്തിനുടമ. ചെറിയ സജഷൻസ്, കുറച്ച് പ്ലാൻ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി നമുക്ക് അടുത്ത സ്റ്റേജിൽ വർക്ക്ഔട്ട് ചെയ്ത് ബെറ്റർ ആക്കാം. ബിജി ചേട്ടനും റമിയും കൂടുതൽ കറക്ഷൻസ് പറഞ്ഞു തരും. മോൾ ഡെഫിനറ്റ് ആയിട്ട് ബീങ് എ ഫസ്റ്റ് സ്റ്റേജ്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. നല്ലൊരു ഫ്യൂച്ചർ മോളെ കാത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പാടുക. ഗോഡ് ബ്ലെസ് യു. അലീന കുട്ടി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം 3 കുട്ടികളെ കണ്ടുള്ളൂവെങ്കിലും ഉണ്ണിയെ കണ്ടാൽ അറിയാം മുരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ഈ സീസണിലെ കുട്ടികൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ 3 പേരിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം എനിക്ക് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ സീസൺ 1 അത്രയും നല്ല കുട്ടികളെ നമുക്ക് കിട്ടിയോണ്ടാണ് ആ പ്രോഗ്രാം ഇത്ര പേരിലോട്ട് എത്തിച്ചത്. ജയ്ഹിന്ദ് ചാനലിൽ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടെന്ന് അറിഞ്ഞതും ആൾക്കാർ കണ്ടു തുടങ്ങിയതും നിങ്ങളോടെയാണ്. അല്ലെ ഞങ്ങൾ ഇരിക്കുന്നോണ്ടല്ല. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ നല്ല പാട്ട് കേട്ടാലേ ആൾക്കാർ ചാനൽ മാറ്റാണ്ടിരിക്കുള്ളൂ. അപ്പം ഇപ്പം ഈ വന്ന് സീസൺ 2 വരാൻ കഴിഞ്ഞതിൽ നിങ്ങൾ 3 പേരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ചാണ് ഈ ഫീലൊക്കെ. അത് ആരും പഠിപ്പിച്ചുകൊണ്ടൊന്നുമല്ല, മോൾക്ക് ഇൻബോൺ ആയിട്ട് കിട്ടിയേക്കുന്നതാണ്. സുശീലാമ്മയുടെ ശബ്ദത്തിനോടൊക്കെ വളരെ യോജിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം മോക്ക്. അതുകൊണ്ട് പഴയ പാട്ടുകളൊക്കെ പാടിയാൽ ഭയങ്കര ഭംഗിയുണ്ടായിരിക്കും, മെലഡി സോങ്സ്. ഇനി അടുത്ത റൗണ്ടിൽ എല്ലാ ടൈപ്പ് പാട്ട് പാടി ഇവിടെ കഴിവ് തെളിയിക്കണം കേട്ടോ. ഓക്കെ മോളെ. അലീന, സൂപ്പറായിരുന്നു കേട്ടോ. ഉഗ്രായിരുന്നു. എനിക്ക് പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയത് മോളുടെ പ്രൊനൗൺസിയേഷൻ. മോൾക്ക് ഈ അക്ഷരങ്ങളോട് ഒരു ബഹുമാനമുള്ള പോലെ തോന്നി എനിക്ക് കേട്ടോ. കാരണം ഒരു വാക്കിനെയും അക്ഷരത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഫീൽ നമുക്ക് കിട്ടുക. അത് മോള് ബോധപൂർവം ചെയ്യുന്നതാണോ, മോളുടെ ഗുരുക്കന്മാര് രക്ഷിതാക്കളും പറഞ്ഞു തരുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ അറിഞ്ഞു ചെയ്യുന്നതാണോന്നും അറിയില്ല. പക്ഷെ അത് മോളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഭാവിയിൽ അത് ഹെൽപ്പ് ചെയ്യും. കാരണം അക്ഷരങ്ങൾ പറയുമ്പോൾ ഉള്ളൊരു നമ്മുടെ ഒരു ആർദ്രത അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വന്നു ശരിക്ക്. ശ്രുതിയിൽ ചെറിയ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ അത് വളരെ ഹെവി ആയിട്ടുള്ള സോങ് ആയതുകൊണ്ടാണ് അത്. അതിന് കറക്റ്റ് ചെയ്യണം. പിന്നെ ഭംഗങ്ങൾ എന്ന് പറഞ്ഞത് ഭംഗങ്ങൾ എന്നായിപ്പോയി എന്ന് തോന്നുന്നു. അത്രയും ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ചക്രവർത്തി എന്ന് പാടുന്നതിന്റെ ഒരു പ്ലാനില്ലേ, അത് കുറച്ചും കൂടി ക്ലിയർ ആകണം കേട്ടോ. കുറച്ചും കൂടി എന്താന്ന് കേട്ട് ഒറിജിനൽ ട്രാക്കിൽ എന്താ പാടിയേക്കണമെന്ന് കേട്ടിട്ട് അത് പഠിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും നന്നായി കേട്ടോ, നന്നായിട്ട് പാടി. അലീന മോളെ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഇവരെത്രയോ വലിയ 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 സിംഗേഴ്സിനെ കൊണ്ടൊക്കെ അവർ ഓരോ സിനിമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ്. കറക്റ്റ് ഇന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബിജേട്ടൻ പറയുന്ന കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എന്നും ഓർത്ത് വെക്കണം. ഓരോ പാട്ടിൻ്റെയും കറക്ഷൻസ് എല്ലാം കൂടെ ഓർത്ത് വെച്ച് അത് അടുത്ത പാട്ടിൽ റെഡിയാക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ ഞാൻ പറയാൻ വിട്ടുപോയി. അനുസ്മരിപ്പൂ എന്നുള്ളൊരു സംഭവത്തിലൊക്കെ മോള് കൊടുത്ത ഫീല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നല്ല ഒതുക്കി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പം ജഡ്ജസിന്റെ കമന്റ്സ് എല്ലാം കേട്ടു. മോള് ഹാപ്പി ആയോ? നെഗറ്റീവ് എല്ലാം ചെന്ന് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. ഔട്ട് ഓഫ് 30 ബിജു ചേട്ടാ, ഈ പ്രത്യേക സോങ് സെലക്ട് ചെയ്തതിനും അത് ഇപ്പൊ അനൂപ് സെലക്ട് ചെയ്തതെന്നു ശക്തമായിട്ടുള്ളൊരു സോങ് ആണ്. അപ്പൊ തന്നെ ആ സ്റ്റേജിനും ആ ഒരു നമ്മൾ കേൾക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവും മൊത്തത്തിൽ. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഞാൻ 27 തരും. 27 on 30. ചേച്ചി, ആദ്യം തന്നെ ഒരാളെ പറയാൻ വിട്ടുപോയി. എനിക്ക് അപ്പൂപ്പനെ വലിയ ഇഷ്ടപ്പെട്ടു കേട്ടാ. വീട്ടിലുള്ള അപ്പൂപ്പനോട് പ്രത്യേക എന്റെ അന്വേഷണം പറയണം. 26.5. 26.5. അനുവേട്ടാ മോളെ, ഞാനും വല്ലാതെ കുറയ്ക്കുന്നില്ല. 26.25 ഔട്ട് ഓഫ് 30. നന്നായിട്ട് പാടി. 26.25. ഇനി ഓവറോൾ പെർഫോമൻസ് എത്ര മാർക്കാണ് നോക്കാം. ഔട്ട് ഓഫ് 10 ബിജു ചേട്ടാ, ഔട്ട് ഓഫ് 4. ഔട്ട് ഓഫ് 4 3.5. 3.5. ചേച്ചി ഔട്ട് ഓഫ് 3 2 on 3. അനുവേട്ടാ മോളെ, റിമി എക്സ്പ്രഷനാണ് മാർക്ക് നൽകിയത്. ഞാൻ ഫീലിന് നൽകാം. മോളുടെ ഫീൽ വളരെ നന്നായിരുന്നു. എക്സ്പ്രഷൻ ചില സ്ഥലങ്ങളിൽ ജഡ്ജസ് പറഞ്ഞ പോലെ ഒന്നും പ്രൂവ് ചെയ്യാനുണ്ട്. ഫീലിന്
I will definitely give you 2.5 out of 3. 2.5 on 3. Molo, your total score is 87.75 on 100. നല്ല സ്കോറാണ്. ഇനി അടുത്ത പെർഫോമൻസ് റൗണ്ടിൽ കാണാം. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് ശ്രേയസ്. തേക്കുകളുടെ നാടായ നിലമ്പൂരാണ് എൻ്റെ നാട്. ഞാൻ സംഗീതത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. ശ്രേയസ് ആണ് ഇതിന്റെ ഒരു ആപ്റ്റ് സിംഗർ. ആ പെൺകുട്ടികളുടെ പുറകെ പോയില്ലേ ഒരു കോറസ് പാടിക്കൊണ്ട്, അവിടെ തൊട്ടാണ് പിന്നെ ഒരു പോക്ക് പോയത്. Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2-ന്റെ നമ്മുടെ 18 കണ്ടസ്റ്റൻസിൽ നിന്നും അടുത്തതായി ഈ വേദിയിലേക്ക് പെർഫോം ചെയ്യാൻ എത്തുന്നത് ശ്രേയസ് ആണ്. ബട്ട് ശ്രേയസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പായി നമുക്ക് പ്രൊഫൈൽ കണ്ടാലോ? ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര. എൻ്റെ പേര് ശ്രേയസ്. തേക്കുകളുടെ നാടായ നിലമ്പൂരാണ് എൻ്റെ നാട്. ഞാൻ സംഗീതത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. ആദ്യമായാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് രാജൻ. അച്ഛൻ ഇപ്പോൾ കൽപ്പറ്റയിലെ LICയിലെ മാനേജറായി വർക്ക് ചെയ്യുന്നുണ്ട്. അച്ഛന് പാടുന്നില്ലെങ്കിലും എന്നെ പാട്ടിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അച്ഛൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പഠിത്തത്തിലാണ്. ഇതെൻ്റെ അമ്മയും ചേട്ടനുമാണ്. അമ്മയുടെ പേര് പ്രീത, ഏട്ടൻ്റെ പേര് ശ്രീരാഗ്. അമ്മ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിൽ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുന്നു. അമ്മയാണ് എൻ്റെ പാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും. ഏട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഇപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാടും ഗാനം കുഞ്ഞേ കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതൽ മുന്നിൽ വന്ന പോലെ ഏതു ജീവൻ. ശ്രേയസ് ചെറുപ്പം മുതലേ പാട്ട് പാടാറുണ്ട്. അവൻ്റെ കഴിവ് മനസ്സിലാക്കിയത് ഞാൻ തന്നെയാണ്. ഒരു 3ാം ക്ലാസ് മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ രാവിലെയൊക്കെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് സാധകം ചെയ്യാറൊക്കെ. ജൂനിയർ ഐഡലിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പാട്ടിനെ പോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലും ഈസ് വെരി സ്മാർട്ട്. പാട്ടിനോടൊപ്പം തന്നെ ഞാൻ വയലിനും പഠിക്കുന്നുണ്ട്. ഒരു കൊല്ലമായി വയലിൻ പഠിക്കുന്നു. സന്തോഷ് സാറാണ് എന്നെ വയലിൻ പഠിപ്പിക്കുന്നത്.
ഒരുപാട് സ്വപ്നങ്ങളുമായി ഞാൻ ജൂനിയർ ഐഡലിൻ്റെ വേദിയിലേക്ക് എത്തുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെന്താണ് കോലം? മുടി വെച്ചു അല്ലേ? ഏതാ പാട്ട്? ഏതാ? കുമാരി എന്ന് പറഞ്ഞ അന്യൻ എന്ന് പറഞ്ഞ സിനിമയിലെ കുമാരി. സെയിം കോസ്റ്റ്യൂമിലൊക്കെ വന്ന് നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അല്ലേ? നമ്മൾ പ്രൊഫൈൽ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടോ? ചേട്ടൻ, അച്ഛൻ, അമ്മ? ചേട്ടൻ വന്നിട്ടില്ല. ഇല്ല അല്ലേ? പഠിത്തത്തിന്റെ തിരക്കിലായിരിക്കും. നന്നായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. നന്നായിട്ട് പഠിക്കുവോ? കുഴപ്പമില്ലാതെ. പക്ഷെ നന്നായിട്ട് പാടണം. ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് കണ്ട് തിരിച്ചു വരാം.
கணம் தாங்காமல் என்னுயிர் சத்து போகும் இல்லையா, காதலை சொல்லி இல்லை என்று மறுத்தால் காதலை சத்து போகும் இல்லையா, அந்த கடவுளை விடவும் பெரியவன் ஒருவன் பூமியில் உள்ளாயவன், பெண் கண்களை பார்த்து காதலை சொல்லும் தைரியம் உள்ளவன் அவன் 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 குமாரி, என் சிக்கி முக்கி திக்கி விக்கது குமாரி, என் நெஞ்சு பிம்மி பிம்மி பம்மி நிற்கது குமாரி, என் வார்த்தை கடல் வற்றி விட்டதே குமாரா, உன் காதல் சிக்கி முக்கி திக்கி விக்குது குமாரா, உன் நெஞ்சு விம்மி விம்மி பம்மி நிக்குது குமாரா, உன் வார்த்தை கடல் வற்றி விட்டதா, நான் தோற்று போவேன் என்று அஞ்சியே என் தேர்வை எல்லாம் ஒத்தி வைக்கிறேன், ரகுமாரி சுகுமாரி என் மனம் ஒரு மலரடி மலரு புலடி, சஞ்சானே தோனே தானே நேதானோ அவ தும்பக தானே അമ്പാനോ. ക്ലാസിക് കർണാട്ടിക് ഒരു സംഗീതം പാടുമ്പോൾ ഒരു അഗ്രഷൻ അത് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ടൈംലി ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു. ആ പെൺകുട്ടികളുടെ പുറകെ പോയില്ലേ ഒരു കോറസ് പാടിക്കൊണ്ട്, അവിടെ തൊട്ടാണ് പിന്നെ ഒരു പോയത്. കാതലൈ മറൈത്താൽ ഗണം താങ്കാമൽ എന്നുയർ ശത്ത് പോകും ഇല്ലയാ. ആ ഒരു എക്സ് ഫാക്ടർ അത് ഒരിക്കലും പറഞ്ഞുകൊടുത്ത് ഞങ്ങൾക്ക് വരുത്താൻ സാധിക്കില്ല. അത് ഗായകനായിട്ട് മനസ്സിലാക്കി പാടിയാലേ ഉള്ളൂ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ കൊണ്ടുവന്നു പാട്ടിൽ. അതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. रात भर धुआं चले, जानू ना जानू ना जानू ना सके रे. Junior Idol, Ideal World's Junior Idol Season 2. Jai Hind TV, for the family, for the nation. നന്നായിരുന്നു ശ്രേയസ്, കുഴപ്പമില്ല. തെറ്റിപ്പോയി അല്ലേ ചെറുതായിട്ട്. ഫസ്റ്റ് ടൈം അല്ലേ, ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് പെർഫോമൻസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. കുഴപ്പമില്ല. മോന് വിഷമമുണ്ടോ? ചെറുതായിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. ഓക്കെ ജഡ്ജസ്. ശ്രേയസിന് ഇത് ഈ പാട്ട് എനിക്ക് തോന്നുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശ്രേയസാണ് ഇതിൻ്റെ ഒരു ആപ്റ്റ് സിംഗർ. ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന സിംഗേഴ്സിനെ ഇനി കേൾക്കേണ്ടതുണ്ട്. എന്നാൽ പോലും ഇത്രയും കേട്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രേയസ് ആയിരിക്കും ഈ പാട്ടിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗർ. കാരണം നല്ല ഒരു ക്ലാസിക്കൽ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അതുപോലെ സ്വരജ്ഞാനമുണ്ട്, എന്താ പറയുക ശ്രുതിയുണ്ട്, പിന്നെ ആ ഒരു എന്താ പറയുക ഒരു അഗ്രഷൻ ഉണ്ട്. ഒരു ക്ലാസിക് കർണാട്ടിക് ഒരു സംഗീതം പാടുമ്പോൾ ഒരു അഗ്രഷൻ അത് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ടൈംലി ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മ്യൂസിക്കിലുള്ള സംശയം അല്ല വന്നത് അല്ലേ, റൗണ്ടപ്പുകളിലുള്ള ഇനി റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്തത് പല്ലവിയാണോ, എല്ലാം മൊത്തത്തിൽ അങ്ങനെ ഒരു സംശയം വന്നു. ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെട്ടത് കൊണ്ടാണത്. പക്ഷെ പാടിയോടത്തോളം നല്ലോണം പാടി കേട്ടോ. വേറെ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ആ കോറസ് പോർഷൻ മോൻ പാടിയതെല്ലാം ഒരു ബീറ്റ് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അങ്ങനെ കോറസ് മോനല്ലേ കോറസിനേക്കാൾ പ്രസൻസ്, അപ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ സ്റ്റേജിൽ പാടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റേജിൽ പാടുന്നതും യഥാർത്ഥമായിട്ടുള്ള സിംഗിങ്ങും തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു സിങ്ക് വരണം. മോനത് വരേണ്ടതുണ്ട്. അടുത്ത റൗണ്ടിൽ തീർച്ചയായിട്ടും മോനത് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം ഈ പാട്ട് വളരെ ഹെവി ആയിട്ടുള്ളൊരു സോങ് ആണ്. ഒന്നാമത്തെ കാര്യം മ്യൂസിക്കൽ കണ്ടന്റ് കൂടുതലാണ് അല്ലേ.
പിന്നെ കുറച്ച് ഒരു മിമിക് ചെയ്ത് പറഞ്ഞു അല്ലേ, കുറച്ചൊരു ഒരു കർണാട്ടിക് സിംഗർ പാടുന്ന പോലെയാണല്ലോ അത് പാടിയാണ്, കച്ചേരി നടത്തുന്ന പോലെ പാടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി സ്വീകരിക്കണം, നമ്മളുടേതല്ലാത്തൊരു ശൈലിയിൽ പാടണം. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഓവറോൾ ഒരു കർണാട്ടിക് സോങ് ആണ്, ഒരു രാഗ ബേസ്ഡ് സോങ് ആണ്. അപ്പോൾ അതും ടഫാണ്. പ്രത്യക്ഷത്തിലൊരു കോമഡി സോങ് ആണെന്ന്, ഒരു പെർഫോമൻസ് റൗണ്ടിൽ പാടാവുന്ന ഒരു സോങ് ആണെന്ന് തോന്നുകയാണെങ്കിലും അതൊരു ഹെവി സോങ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മോൻ ഫേസ് ചെയ്യേണ്ടി വരും ഈ പാട്ടിൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. എന്നാൽ പോലും നല്ലവണ്ണം മോൻ പാടിയിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ ഒരു 100% പെർഫോമൻസ് ആയേനെ. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ശ്രേയസ് മോനെ. ചേച്ചി മിസ് എന്നാ എന്താ പറഞ്ഞ്? ഓ, ടീച്ചറാന്ന് വിചാരിച്ചല്ലേ, അത്രയ്ക്കൊക്കെ ഒരു ലുക്ക് ഉണ്ടോ? മോനെ സുഖമായിട്ടിരിക്കുന്ന, സന്തോഷമായിട്ടിരിക്കുന്ന? സന്തോഷമായിട്ടിരിക്കണം. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് ഈ കുഞ്ഞുവായൂർ എത്രയോ സ്പീഡിൽ ഇത്രയും മുക്കി ദിക്കി വെക്കത് കുമാരി ഇത്ര ഓർത്ത് ഇത്രയും വരികള്. അത് ആരാണ് പാടിയേക്കുന്നത്? ശങ്കർ സാറ് പാടിയേക്കുന്ന ഒരു പാട്ടെടുത്താണ് പാടിയേക്കുന്നത്. ഇത്രയും മോന്റെ ശബ്ദത്തിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പാട്ട് അനൂപ് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തത് മോൻ തന്നെയാണ്. മോനെ അറിയാം, അപ്പൊ ഇത് എനിക്ക് ചേരും എന്ന് മോനെ സ്വയം അവനെ പറ്റി നല്ലൊരു വിലയിരുത്തൽ മോനുണ്ട്. നല്ല സോങ് സെലക്ഷൻ അത് മോന് പറ്റുന്ന രീതിയിലായിരുന്നു. പിന്നെ എന്താ പറ്റുക, ആദ്യമായിട്ടൊരു മത്സരത്തിൽ പങ്കെടുക്കുമല്ലേ, ഇതുപോലത്തെ റിയാലിറ്റി ഷോയില്. അത് പല്ലവിയൊക്കെ നല്ല രസമായിട്ട് വന്നു. എവിടെയാണ് പാളിപ്പോയെന്ന് ഞാൻ പറയട്ടെ. ആ പെൺകുട്ടികളുടെ പുറകെ പോയില്ലേ ഒരു കോറസ് പാടിക്കൊണ്ട്, അവിടെ തൊട്ടാണ് പിന്നെ ഒരു പോയത്. മറ്റേ സഞ്ചാനേ തോനെ അവിടെ വന്നില്ലേ, അവിടെ മൈക്കൊക്കെ അതുവരെ നല്ല കറക്റ്റ് പൊസിഷനിൽ പിടിച്ചിട്ട് ആ സമയം സഞ്ചാനെ അങ്ങനെയൊക്കെ എന്തോ ഭയങ്കര അവിടുന്ന് ഒരു എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് സംഭവിച്ചത് അറിഞ്ഞൂടാ. അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയ്ക്ക്? എന്തെങ്കിലും അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അപ്പൊ അത് ചുമ്മാ ഒരു ശ്രദ്ധ കുറവിന്റെ ഇതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത്, അല്ല കഴിവില്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല. വിജയേട്ടൻ പറഞ്ഞതുപോലെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് മോന്. പിന്നെ ആ കുറച്ച് കാര്യങ്ങൾ മൈക്ക് പിടിക്കുന്നതിന്റെയും ഒരുപാട് അടുപ്പിച്ച് പിടിക്കാതെ കോറസൊക്കെ പാടുമ്പോൾ അതൊക്കെ മോൻ അറിയാം. പക്ഷെ ആ ഒരു തുടക്കത്തിൽ പെട്ടെന്ന് ഇങ്ങനെ എല്ലാം കൂടെ വന്ന പെർഫോമൻസ് എല്ലാം കൂടെ വന്നതിന്റെ ഒരു പ്രശ്നത്തേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരാ ഫീമെയിൽ ഇടയ്ക്ക് പാടിയതാ? ബാക്കിൽ നിന്ന് പാടിയതാരാ? ആ കുട്ടി അനുഗ്രഹം നന്നായിട്ട് പാടി. ഓക്കെ മോനെ, നല്ല സന്തോഷമായിട്ട് നന്നായിട്ടൊന്ന് ചിരിച്ചേ. എങ്ങനെ അതുപോലെ വയലിനൊക്കെ വായിക്കുന്നു, മരത്തിന്റെ താഴെ പോയിരുന്നിട്ട് അവിടെ ഇരുന്നാണോ സ്ഥിരം പഠിക്കുന്നത്? അല്ല. അപ്പൊ ഞാനേ നമ്മുടെ ബിജിചേട്ടൻ ശരിക്കും ഒരു വയലിനിസ്റ്റും കൂടിയാണ്. അപ്പൊ ഞാൻ പറയായിരുന്നു ഇങ്ങനെയൊക്കെ നല്ല സ്ഥലം കിട്ടി എല്ലാവർക്കും എനിക്കൊക്കെ പഠിക്കാൻ തോന്നുന്നു കേട്ടോ. നല്ല തണുപ്പ്, നല്ല ഇലയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ ബിജിചേട്ടൻ പറയാ അവിടെ നിന്ന് എണീറ്റ് രണ്ടൊന്ന് ചൊറിച്ചിലൊക്കെ വരുമ്പോ മനസ്സിലാവുള്ളൂ. അപ്പൊ വയലിനും പഠിക്കുന്നു, പാട്ടും പാടുന്നു. സ്കൂളിൽ പഠിക്കുമോ നന്നായിട്ട്? കുഴപ്പമില്ലാതെ. തോറ്റിട്ടുണ്ടോ? അച്ഛനും അമ്മയും പറഞ്ഞു നന്നായിട്ട് തോറ്റിട്ടുണ്ട്. ഇല്ല അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണ്ട കേട്ടോ. ഓക്കെ മോനെ ശ്രേയസ്, ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. താങ്ക് യു സർ. മോനെ, ഏറ്റവും പ്രധാനമായും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം ശ്രേയസ് എന്ന ടാലന്റിനെ കുറിച്ച്, ഈ പാട്ട് എടുത്ത് പാടാൻ തന്നെ ആദ്യം തന്നെ ഒരു മിനിമം കോൺഫിഡൻസ് വേണം. ബിക്കോസ് അങ്ങനെ കേട്ട് ഒരു കോമഡി, ബിജേട്ടൻ പറഞ്ഞ പോലെ ഒരു കോമഡി സോങ് എന്നതിനേക്കാൾ ഉപരി ഒരുപാട് സിംഗിങ് കണ്ടന്റ് ഉള്ള പാട്ടാണ്. അത്ര ഈസി അല്ല ഈ പാട്ട് പാടാനായിട്ട്. ശങ്കർജി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ ഒരു പാട്ട്. ആൻഡ് ഹാരിസ് ജയരാജിന്റെ ഏറ്റവും വ്യത്യസ്തമായ കമ്പോസിഷൻസിലും ഒന്ന്. മോനെ, ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് മോനെ കുറിച്ച് പറയേണ്ട 2-3 കാര്യങ്ങൾ. ഇത്രയും തെറ്റിയാലും സ്വാഭാവികമായിട്ട് ആ തെറ്റുപറ്റിയ ഒരു കുട്ടി എത്രയും പെട്ടെന്ന് റീകൂപ്പ് ചെയ്ത് വീണ്ടും ആ പെർഫോമൻസിൽ മോൻ ജോയിൻ ചെയ്തു. അത് മനസ്സിലായി. റീകൂപ്പ് എന്ന് പറയുന്നത് തിരിച്ചുവരവ്. തിരിച്ചു വന്ന് ആ പാട്ടിൽ മോൻ ജോയിൻ ചെയ്തു. അത് വളരെ വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. സാധാരണയായി കുട്ടികൾ തെറ്റിയാൽ പിന്നെ അവിടെ നിന്ന് മൊത്തം ഒരു തെറ്റലിന്റെ പെരുമഴയായിരിക്കും. പക്ഷെ അതല്ലാതെ ഇടയ്ക്ക് മിസ് ചെയ്താലും മോൻ വീണ്ടും ഭംഗിയായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പെർഫോം ചെയ്തത് വലിയ ഒരു കാര്യമാണ്. ചില അവസരങ്ങളിൽ ഞങ്ങൾ പ്രൊഫഷണൽസിൽ പോലും പറ്റാത്തൊരു കാര്യം അങ്ങനെ ചെയ്യാൻ. ഞങ്ങൾ തെറ്റിയാൽ നമ്മൾ തന്നെ മൂഡ് ഔട്ട് ആവും. അതല്ലാതെ ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ മോനെ? ഇത് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ആക്സെന്റ് ഉണ്ട്. അതായത് അത് ഈ അയ്യങ്കാർ ആക്സെന്റ് എന്ന് പറയും. അത് ഇപ്പോ സാധാരണയായിട്ട് മോഞ്ചേട്ട ഒന്ന് ഡി തരാം. ഈ പാട്ട് ഇങ്ങനെ പാടാം. இந்த காதல் என்ன பெரும் பாரமா, காதலை மறைத்தால்
கனம் தாங்காமல் என் உயிர் சத்து போகும் இல்லையா കാതലൈ ചൊല്ലി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പാടാം. പക്ഷേ അതിൽ ശങ്കർജി കൊടുത്തിട്ടുള്ള ഒരു അഡീഷണൽ എലമെന്റ് ഉണ്ട് ഈ പാട്ടിൽ. ഇന്ത കാതൽ എന്ന പേരും ഭാരമാ ഇത് വേറെ കാലം ഇല്ല ഗർഭമാവോ കാതലൈ മറൈത്താൽ ഗണം താങ്കാമൽ എൻ ഉയർ ശത്ത് പോകും ഇല്ലയാ. ആ ഒരു എക്സ് ഫാക്ടർ അത് ഒരിക്കലും പറഞ്ഞുകൊടുത്ത് ഞങ്ങൾക്ക് വരുത്താൻ സാധിക്കില്ല. അത് ഗായകനായിട്ട് മനസ്സിലാക്കി പാടിയാലേ ഉള്ളൂ. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ കൊണ്ടുവന്നു പാട്ടിൽ. അതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. ചെറുതായിട്ട് അവിടെ ഇവിടെ മിസ്സായാലും ഈ പാട്ട് പാടാനുള്ള ഒരു കാലിബർ, യു ആർ എ പ്രോഡിജി എന്നുള്ള കാര്യം മോൻ തെളിയിച്ചു. ഓൾ ദ വെരി ബെസ്റ്റ്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. താങ്ക്സ് ടു ഹാരിസ് ജയരാജ്, ശങ്കർ മഹാദേവൻ ആൻഡ് ദ ലിറിക് റൈറ്റർ വൈരമുത്തു സാറാണെന്നാണ് ഓർമ്മ. ശങ്കർ, എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. നോട്ട് ലീവ് ബിഹൈൻഡ് വിക്രം ആൻഡ് സദ അല്ലേ. ഓൾ ദ ബെസ്റ്റ്. ഒരു ചെറിയ കാര്യം കൂടെ, ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് സിംഗേഴ്സിൽ ഒരാളാണ് ശങ്കർ സാറ്. ഏത് അടിപൊളി പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മെലഡി മേരിമ, അല്ലെങ്കിൽ അടിപൊളി പാടുന്ന ചിങ്ങമാസം, അല്ലെങ്കിൽ ക്ലാസിക്കലായി സെമി ക്ലാസിക്കല് കല്യാണ കച്ചേരി, ഇങ്ങനത്തെ ടൈപ്പുകളൊക്കെ പാടുമ്പോൾ ഏത് ടൈപ്പ് പാട്ടും അനായാസനം പാടുന്ന ഒരു സിംഗറാ. നമുക്ക് ബീച്ചേട്ടനോട് ചോദിച്ചു കളയാം, ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ ഒരു അടിപൊളി പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിച്ച എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നമുക്ക് അറിയണ്ടേ? അറിയണോ? അത് ബെസ്റ്റ് ആക്ടറില് മച്ചുവേറി കൊച്ചിയിലെത്തും മച്ചുനാരാണ്, അതാണ് പുള്ളി പാടിയത്. അദ്ദേഹം പാടാനെടുത്ത സമയം ശരിക്കും 1 മണിക്കൂറാണ് ഞാൻ അവിടെ ബോംബെയിലെ സ്റ്റുഡിയോ റെന്റ് കൊടുത്തത് ആ സ്റ്റുഡിയോയ്ക്ക്. അത്രയും സമയം കൊണ്ടാണ് ആ പാട്ട് പാടിയത്. അതായത് നമ്മള് പേപ്പറിൽ പാട്ട് ഇത് ചെയ്യുന്നു, കൺസോളിൽ അത് കേൾക്കുന്നു, കേട്ട് വരികളിലൂടെ അദ്ദേഹം ഇംഗ്ലീഷിലാണ് എഴുതിയെടുക്കുന്നത്, അല്ല ഹിന്ദിയിലാണ് എഴുതുന്നത്. എഴുതി അത് ഇങ്ങനെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അതിങ്ങനെ പോകുന്നു, അതിന്റെ മുകളിൽ ഇങ്ങനെ സ്വരം, ചിലതിന്റെ മാത്രം സ്വരം എഴുതി പോകുന്നു. കേൾക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് സ്യൂട്ടിലേക്ക് പോകുന്നു, സിംഗിങ് സ്യൂട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നിട്ടാണ് പഠിച്ച, ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കണം. ഒരു മണിക്കൂർ കൊണ്ട് അത് ട്യൂൺ പാടി കഴിഞ്ഞു അദ്ദേഹം. അത്ര ശരിക്കും അദ്ദേഹം സമയമെടുത്തത് ശരിക്കും വാക്കുകൾ പഠിക്കാൻ വേണ്ടിയാണ്. മലയാളം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹിത്യമായിരുന്നു ആ പാട്ടിന്റെ, കുറച്ച് കൊളോക്കിയൽ കൊച്ചി ഭാഷയായിരുന്നു. അത് പഠിക്കാൻ മാത്രമാണ് അദ്ദേഹം സമയമെടുത്തത്. ട്യൂൺ പഠിക്കാൻ ശരിക്കും അത് പെട്ടെന്ന് ഒരു കേൾവിയിൽ അദ്ദേഹം പഠിച്ചു കഴിയും. അത്രയും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സിംഗറാണ് അദ്ദേഹം. അതുപോലെ ബിജേടം പറഞ്ഞപ്പോൾ സാറിൻ്റെ ഒരു റെക്കോർഡിംഗ് മണി ശർമ്മ സാറിന്റെ സ്റ്റുഡിയോയിൽ കാണാൻ പറ്റിയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ പാട്ട് ഓക്കെ, വെരി ഫസ്റ്റ് ടേക്ക്, നോ കറക്ഷൻസ് അറ്റ് ഓൾ. അത്രയും ഫാസ്റ്റായിട്ട് പാടുന്ന ഒരു സിംഗർ. ആൻഡ് ഗോഡ് ബ്ലെസ് യു. മോനും ഒരു കാലത്ത് അതുപോലെ ആയിത്തീരട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ശ്രേയസ്, കുഴപ്പമില്ല, നമുക്ക് ഇനി മാർക്സ് അറിയാം. ഓക്കെ, ഇനി മാർക്സ് ഔട്ട് ഓഫ് 30 ബിജേട്ടാ. ഞാൻ മോന്റെ അറ്റംപ്റ്റിന് ഞാൻ 25 on 30. ചേച്ചി, ഞാൻ ഇത് തന്നെ അത് ഓർത്ത് വെച്ചിരുന്നത്. അപ്പൊ ഒന്നും വിചാരിക്കരുത്, അത് കേട്ട് ഇത് കേട്ട് അങ്ങനെ പറയുന്നതായിട്ട് വിചാരിക്കരുത്. 25 കേട്ടോ. എഗ്ലെയിൻ 25. അനൂപേട്ട? മോനെ, യു വുഡ് ഹാവ് ഈസിലി സ്കോർഡ് 27. ഈ പാട്ട് കറക്റ്റ് മീറ്ററിൽ പാടുന്നെങ്കിൽ നെവർ മൈൻഡ്. ചില ദിവസങ്ങൾ നമുക്ക് വിചാരിച്ച രീതിയിൽ പാടാൻ പറ്റില്ല. ബട്ട് ദിസ് വാസ് ഡെഫിനറ്റ്ലി എ ഗുഡ് അറ്റംപ്റ്റ്. 25.5 out of 30. 25.5. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണ് നോക്കാം. ഔട്ട് ഓഫ് 10 നിങ്ങളുടെ സ്റ്റൈൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പെർഫോമൻസ്, അത് മൂന്നും നന്നായിരുന്നു. വന്ന ഒരു പ്രസന്റേഷൻ, ഇടയ്ക്ക് തെറ്റിയാലും വീണ്ടും അത് തിരിച്ചെത്തി അത് പാടാൻ കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് വലിയ കാര്യം. പെർഫോമൻസ് ഓൾസോ ഇറ്റ് വാസ് ഗുഡ്. സോ ഐ ഗിവ് യു 3.5 out of 4. 3.5 out of 4. ചേച്ചി, ഔട്ട് ഓഫ് 3? നല്ല ഫീൽ ഉണ്ടായിരുന്നു. മോൻ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. 2.5. 2.5. ചേട്ടാ, ഔട്ട് ഓഫ് 3? എക്സ്പ്രഷൻ 2.5. 2.5. ശ്രേയസ്, your total score is 84 on 100. കുഴപ്പമില്ല. ഫസ്റ്റ് സ്റ്റേജിൽ ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ടല്ലോ, അതില് നന്നായിട്ട് പാടായി വരും. ഓക്കെ, മോന് തന്നെ ഒരു ഇതായി അല്ലേ. ഈ ഒരു വീഴ്ചയിൽ ഉയർത്തി എഴുന്നേറ്റു അല്ലേ. കുഴപ്പമില്ല, വീട്ടിൽ പോയി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു. ITL World Junior Idol Season 2. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് എൻജോയ് ഇറ്റ്.
जिया चले चा चले, जिया चले चा चले, नेनु तले धुआं चले പുഞ്ചിരിതൻ ചിക്കൊഞ്ചിക്കോ മുന്തിരി മുത്തുളി ചിന്തിക്കോ സുന്ദരി വർണ്ണ ചുന്ദരി വാവേ താങ്കണക്ക തകതിമിയാടും തങ്കതിലാവേ ഹോ പുഞ്ചിരിതൻ ചിക്കൊഞ്ചിക്കോ മുന്തിരി മുത്തുളി ചിന്തിക്കോ സുന്ദരി വർണ്ണ ചുന്ദരി വാവേ താങ്കണക്ക തകതിമിയാടും തങ്കനിലാവേ ഹോ തങ്കക്കോലുസല്ലേ കുറുകും കോയിലല്ലേ മാരനുമയിലല്ലേ ഹോ തങ്കക്കോലുസല്ലേ കുറുകും കോയിലല്ലേ മാരനുമയിലല്ലേ जिया चले चा चले नैनो तले धुआं चले रात भर धुआं चले जानू ना सके रे जिया चले चा चले नैनो तले धुआं चले रात भर धुआं चले जानू ना सके रे जिया चले चा चले देखते तन मेरा मन में छुपती है नजर देखते तन मेरा मन में छुपती है नजर होठ सिल जाते उनकी नरम होठों से मगर गिनती रहती हूँ मैं अपनी करवटों के सिलसिले क्या करूं कैसे कहूं रात भर कैसे टले जिया जले चा चले नैनो तले धुआं चले रात भर धुआं चले जानू ना सके रे जिया जले चा चले नैनो तले धुआं चले रात भर धुआं चले जानू ना सके रे जिया चले जा चले गुरुवाली किलिये हे गुरुवाली किलिये कुकुरु गुरुगुरु गोवि कुरुगे कुन्नी मरत्तेलु यल्लाडि कूडु बरक्कि कोट्टु विलिक्कुन्नी मारन निन्ने कोगि कुरुगे कोट्टु विलिक्कुन्नी कुकुरु गुरुगुरु गोवि कुरुगे कुन्नी मरत्तेलु यल्लाडि कूडु बरक्कि कोट्टु विलिक्कुन्नी मारन निन्ने कोगि कुरुगे कोट्टु विलिक्कुन्नी തങ്കക്കോലുസല്ലേ കുറുകും കോയിലല്ലേ മാരനുമയിലല്ലേ തങ്കക്കോലുസല്ലേ കുറുകും കോയിലല്ലേ മാരനുമയിലല്ലേ अंग अंग में जलती है दर्द की चिंगारियां मसले भूलों की महक में तितलियों की क्यारियां रात भर बेचारी मेहंदी पिसती है पैरों तले क्या करूं कैसे कहूं रात कब कैसे डले जिया जले चा चले नैनो तले धुआं चले रात भर धुआं चले जानू ना सके रे ITL World Junior Idol Season 2 ഇന്നത്തെ ഈ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. Along with Singing Bird Orchestra, our judges and me, Meghna, signing out from your favorite show, ITL World Junior Idol Season 2. Good night.
ഞാൻ ബിൻഹാറോ. കണ്ണോട് കണ്ണൂരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. മിൻഹ ഒരു ലോകത്തായിരുന്നു, മിൻഹയുടെ ഒരു ലോകത്തായിരുന്നു. അതിലിങ്ങനെ ഒഴുകിപ്പോയി, അവസാനം വരെ അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോയി. ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. മിൻഹ അസാധ്യമായിട്ട് പാടിയിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീഹരി. നീ ரொம்ப ரொம்ப நல்ல பிள்ளையா இல்ல கெட்ட பிள்ளையா? ராஜா ராஜா நான் ராக்கெட் ராஜா ஏய் ராஜா ராஜா ராக்கெட் ராஜா நான் ரொம்ப 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 நல்ல புள்ளையா. Hats off for your attitude and confidence. നീലവാനിൽ അതിൽ എന്നെന്ന മേഘം ഊർഗോളം പോകും, അതിൽ ഉണ്ടാകും രാഗം പുരിയാതോ Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.